രാവിലെ തന്നെ ട്രീസ് നിർബന്ധിച്ച് ലച്ചുവിനെയും ഗൗരി അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു. കല്യാണം നാളെയാണെങ്കിൽ തിരക്കായിരിക്കുമെന്ന് പറഞ്ഞാണ് ഇന്ന് തന്നെ പറഞ്ഞയച്ചത്. ലച്ചു എഴുന്നേറ്റപ്പോൾ കൂടെ മിഴിയെ എഴുന്നേറ്റു. അതുകൊണ്ട് അവളെയും കൊണ്ടുപോയി. ഡെന്നി ഇതൊന്നും അറിയാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഡെന്നി എഴുന്നേറ്റതും അരികിൽ മിഴിയെ കാണാതെ അവൻ ചുറ്റും നോക്കി. സാധാരണ അവളാണ് അവനെ വിളിച്ചുണർത്തുന്നത്. ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കെടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു ബനിയൻ എടുത്തിട്ട് അവൻ താഴേക്ക് ചെന്നു. അമ്മച്ചി, ഡെന്നി ട്രീസയെ വിളിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി. എന്നതാടാ? ട്രീസ സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്നു. വേദവും കുഞ്ഞിനും എന്തേ കാണാമല്ലോ? അവൻ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു. ആ, അവർ അമ്പലത്തിൽ പോയി. ഇനി നാളെ രാവിലെ പോകാൻ സമയം കിട്ടിയില്ലെന്ന് വെച്ച് ഞാനാ പോവാൻ പറഞ്ഞു. ട്രീസ പറഞ്ഞു. അതിന് ഒറ്റയ്ക്ക് വിട്ട് എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടി പോയനെ, ഡെന്നി ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഒറ്റക്കല്ല, ഗൗരിയും ഉണ്ട്, ട്രീസ അവന്റെ ദേഷ്യം കണ്ട് പറഞ്ഞു. ആ ബെസ്റ്റ്. ആ ബോധമില്ലാത്തതിനാണോ കൂട്ടുവിട്ട്? ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. ഡെന്നി തലക്ക് കൈ കൊടുത്തു. അതിന് നീ എന്തിനാണ് ചെറുക്കൈ കിടന്ന് തുള്ളുന്നേ? അവൾക്കറിയാത്ത നാടൊന്നല്ലല്ലോ. പോയിട്ട് അവരിങ്ങ് വന്നോളൂ, നീ അപ്പോഴേക്ക് കുളിച്ചു വാ. ട്രീസ് അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നന്ദൻ വന്നത്. ഡെന്നിയുടെ മുഖം കണ്ടു സംഭവം പന്തിയില്ലെന്നവന് തോന്നി. എടാ എന്താടാ? നന്ദൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നീ വേഗം പോയി കുളിച്ചു വാ, നമുക്ക് അവരെ കൊണ്ടുവരാൻ പോവാം. ഡെന്നി അതും പറഞ്ഞ് മുകളിലേക്ക് ഓടിക്കയറി. നന്ദനും വൈകാൻ നിൽക്കാതെ കുളിക്കാൻ പോയി. കുളിച്ചൊരു ലൈറ്റ് ഗ്രീൻ ഷർട്ടും മുണ്ടെടുത്ത് ഡെന്നി ഇറങ്ങി വന്നു. ഷർട്ടിന്റെ കൈമടക്കി സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഡെന്നിയെ ട്രീസ സംശയത്തോടെ നോക്കി. നീ ഇതെവിടെ പോവാ? കഴിക്കുന്നില്ലേ? ട്രീസ ഡൈനിങ് ടേബിളിലേക്ക് കാസറോൾ വെച്ചുകൊണ്ട് ചോദിച്ചു. ഞാനവരെ കൊണ്ടുവരാൻ പോവാ, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. അതും പറഞ്ഞ് അവൻ ധൃതിയിൽ ഇറങ്ങി നടന്നു. ഇവന്റെ ഒരു കാര്യം, ട്രീസ ഡെന്നി പോയ വഴിയെ നോക്കി പറഞ്ഞു. ഡെന്നി കാറെടുത്ത് തിരിച്ചപ്പോഴേക്കും നന്ദൻ മുണ്ടും മടക്കി കുത്തി ഓടിയൊന്ന് കയറി. നനഞ്ഞ മുടികൾ പുറകിലേക്ക് ഒതുക്കി വെച്ച് അവൻ ഡെന്നിയെ നോക്കി പോവാമെന്നർത്ഥത്തിൽ തലയാട്ടി. ഡെന്നിയുടെ കാറ് വേഗം തന്നെ ചീറിപ്പാഞ്ഞ് ഗേറ്റ് കടന്നു പോയി. അമ്പലത്തിലെത്തിയതും ഡെന്നി ഒരു അരികിലായി കാർ നിർത്തിയിട്ട് ഇറങ്ങി. നന്ദൻ ഷർട്ട് അഴിച്ചിട്ട് നടന്നു. നീ വരുന്നില്ലല്ലോ, ഞാൻ തൊഴുതിട്ട് വരാം, നന്ദൻ പറഞ്ഞു. പണ്ടും നന്ദനും ഡെന്നിയും കൂടി വരുമ്പോൾ ഡെന്നി പുറത്തിൽക്കാരാണ് പതിവ്. നന്ദൻ പടികൾ കയറുമ്പോൾ കണ്ടു പട്ടുപാവാടയും പൊക്കി പിടിച്ച് കുണുങ്ങി കുണുങ്ങി വരുന്ന മിഴി. നന്ദനെ കണ്ടതും അവൾ ഓടി അവന്റെ കയ്യിലേക്ക് കയറി. അമ്പോ, മിഴിമോള് സുന്ദരിയായല്ലോ, എന്തു ഭംഗിയെ കാണാൻ, നന്ദൻ അവിടെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. മിഴി നാണത്തോടെ തലതാഴ്ത്തി. അപ്പോഴേയും കയ്യിൽ പ്രസാദവുമായി ലച്ചു അങ്ങോട്ടേക്ക് വന്നു. ആഹാ, നന്ദേട്ടനും വന്നോ? ലച്ചു അത്ഭുതത്തോടെ ചോദിച്ചു. ആ, നിന്റെ കെട്ടിന് എന്നെ കുത്തിപ്പോയിക്കൊണ്ട് വന്നു. നിങ്ങൾ ചെല്ല്, ഞാൻ തൊഴുതിട്ട് വരാം, നന്ദൻ മിഴിയെ നിലത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായന് വന്നിട്ടുണ്ടോ? ലച്ചു സന്തോഷത്തോടെ ചോദിച്ചു. ചെല്ല് ചെല്ല്. അല്ല, കൂട്ടത്തിലൊരുണ്ടായല്ലോ, അതെന്തേ? നന്ദൻ ലച്ചുവിനോട് ചോദിച്ചു. അവള് പ്രസാദം വാങ്ങാൻ നിൽക്കുക, ഞാൻ മോളോട് ഇപ്പൊ പുറകെ വന്ന, ലച്ചു ചിരിയോടെ പറഞ്ഞു. എന്നാ ചെല്ല്, ഞാൻ ആ കാന്താരിയും കൂട്ടി വരാം, നന്ദൻ അതും പറഞ്ഞ് നടന്നു. ലച്ചു മിഴിയും കൂട്ടി പതിയെ പടികളിറങ്ങി. പപ്പേ! ദൂരെ ഡെന്നിയെ കണ്ടപ്പോൾ മിഴി ഉറക്കി വിളിച്ചു. മിഴിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞോക്കി ഡെന്നി കണ്ടത് പടികളിറങ്ങി വരുന്ന ലച്ചുവിനെയും മോളെയുമാണ്. അവൻ സന്തോഷത്തോടെ നോക്കി നിന്നു. ലച്ചു ഒരു ധാവണിയാണ് വേഷം. കരിനീല കളർ ബ്ലൗസും കസവിന്റെ പാവാടയും ധാവണിയും ചുറ്റി അവളൊരു ചിരിയോടെ നടന്നു വന്നു. മുടിയെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു. മിഴിയൊരു പട്ടുപാവാടയാണ്. ലച്ചുവിൻ്റെതുപോലെ കരിനീല ബ്ലൗസും കസവിന്റെ പാവാടയുമാണ്. മുടി രണ്ട് സൈഡിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡെന്നിയെ കണ്ടതും അവൾ ലച്ചുവിന്റെ കൈവിട്ട് പടവുകൾ ഓടിയിറങ്ങി. അത് കണ്ടതും ഡെന്നി വേഗം അവിടേക്ക് നടന്നു. അവസാനത്തെ പടിയെത്തിയതും മിഴി ഡെന്നിയുടെ കൈകളിലേക്ക് ചാടി. പപ്പേ! മിഴി കൊഞ്ചിക്കൊണ്ട് അവന്റെ കവിളിൽ ഉമ്മവെച്ച്. പപ്പയുടെ കുഞ്ഞൻ പപ്പയെ കൂട്ടാതെ എങ്ങോട്ടാ വന്ന്? അവനവിടെ നെറുകിൽ ഉമ്മവെച്ചുകൊണ്ട് ചോദിച്ചു. ഞാനേ അമ്പാറ്റി കാണാൻ വന്ന, ഞാൻ വരുമ്പോ പപ്പ ഒരുങ്ങിയായിരുന്നു, അതാ വിളിച്ചാഞ്ഞേ, മിഴി അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ലച്ചു അവർക്കരികിലെത്തി. ഇച്ചാനെന്തേ വന്നേ? ഞങ്ങൾ വിളിക്കാനാണോ? ഇലച്ചീന്തിൽ നിന്നും അവന്റെ നെറ്റിൽ കുറി വരച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അല്ല, എന്റെ പഴയ കാമുകിയുടെ വെച്ച് കാണാന്ന് പറഞ്ഞിരുന്നു, അവളെ കാണാൻ വന്ന, ഡെന്നി ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടത് മിഴി വാപ്പത്തി ചിരിച്ചു. ഓ! ലച്ചു അവനെ പുച്ഛിച്ചുകൊണ്ട് കാറിലേക്ക് നടന്നു. നീ എന്താ എന്നെ വിളിക്കാഞ്ഞ്? പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ, എന്തിനാ ഒറ്റയ്ക്ക് വരാൻ നിന്നേ? ഡെന്നി മോളെടുത്ത് അവൾക്ക് പുറകെ നടന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, നിങ്ങൾ നിങ്ങളുടെ പഴയ കാമുകി കാണാൻ വന്നല്ലേ, കണ്ടിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ലച്ചു കുശുമ്പോടെ പറഞ്ഞുകൊണ്ട് കാൽ കയറി ഡോർ വലിച്ചടച്ചു. എന്ത് കുശുംബിയാണ് കുഞ്ഞാ നിന്റെ അമ്മ, ഡെന്നി മിഴിയെ നോക്കി പറഞ്ഞു. പപ്പയും മോശമല്ലല്ലോ, മിഴി ഒരു ചിരിയോടെ പറഞ്ഞു. ഡെന്നി അവളെയും കൊണ്ട് കാറിൽ കയറി. അപ്പോഴേക്കും നന്ദനും ഗൗരിയും തൊഴുതിറങ്ങിയിരുന്നു. അവർ കൂടി വന്നു ഡെന്നി കാറെടുത്തു. ലച്ചി ഇടയ്ക്കിടയ്ക്ക് ഡെന്നിയെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയതും ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഗൗരി ലച്ചുവിന്റെ കയ്യിൽ മൈലാഞ്ചിയെല്ലാം ഇട്ടുകൊടുത്തു. അതുകൊണ്ട് മിഴിക്കും വേണമെന്ന വാശി. അവസാനം മിഴിയുടെ രണ്ട് കൈയും കാലും നിറയെ മൈലാഞ്ചി ഇട്ടുകൊടുത്തിട്ടാണ് ഗൗരി ലച്ചുവിന് ഇട്ടുകൊടുത്ത്. മായ എല്ലാവർക്കും ഭക്ഷണം വാരിക്കൊടുത്തു. രാത്രി വരെ ഓരോ കാര്യങ്ങൾപ്പെട്ട് നടന്നുകൊണ്ട് ഡെന്നിക്ക് ലച്ചുവിന് അടുത്ത് കിട്ടിയില്ല. മിഴി എല്ലാ കാര്യത്തിലും മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു.
അവളെ കൊണ്ടാവും തരത്തിൽ എല്ലാവരെയും സഹായിച്ച് ഉപദ്രവിച്ചു പോന്നു. രാത്രി ഡെന്നി പഠിച്ച പണി 18 നോക്കിയിട്ടും ട്രീസ ലച്ചുവിന്റെ അടുത്തേക്ക് അവനെ വിട്ടില്ല. മോനെ തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ലച്ചുവിനെ ട്രീസയുടെ റൂമിലാണ് കിടത്തിയത്. ഡെന്നി കൂട്ടി മിഴിയെയും വിട്ടു. രാവിലത്തെ ദേഷ്യമുള്ളതുകൊണ്ട് ലച്ചു വേഗം ഡെന്നിയെ പൂച്ചിച്ച് ട്രീസയെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഡെന്നി നിരാശയോടെ മിഴിയെയും കൊണ്ട് റൂമിലേക്ക് പോയി. രാവിലെ തന്നെ ലച്ചുവിനെ ഒരുക്കം തിരക്കിലാണ് ഗൗരി. ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ടെന്ന് ലച്ചു പറഞ്ഞുകൊണ്ട് ആ ചുമതല മുഴുവൻ നമ്മുടെ ഗൗരിയുടെ കുഞ്ഞി തലയിലാണ്. വൈറ്റ് കളർ സാരിയാണ് ലച്ചു ഉടുത്ത്. സിൽവർ കളർ സ്റ്റോൺ വർക്ക് ആ സാരിയുടെ ഭംഗി വർദ്ധിപ്പിച്ചു. ഭദ്രയുടെ ആഭരണങ്ങൾ ഉണ്ടായിട്ടും ഡെന്നിയുടെ നിർബന്ധത്തിന് അവൻ വാങ്ങിക്കുന്ന ഡയമണ്ട് നെക്ലേസാണ് അവൾ ഇട്ടത്. മാച്ചിങ് ഇയറിംഗ് കൂടിയായപ്പോൾ അവളെ കാണാൻ ഒരു മാലാഖയെ പോലെ തോന്നിച്ചു. സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും അതിൽ ലച്ചുവിന്റെ സൗന്ദര്യം ജ്വലിച്ച് നിന്നു. മിഴിയൊരു വൈറ്റ് കളർ ഫ്രോക്കാണ് ഇട്ടത്. ഗോൾഡൻ കളർ ക്യാൻവാസും അഴിച്ചിട്ട മുടിയിൽ ഒരു ഹെയർ ബാൻഡും. അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് ഒരുങ്ങാനും വേണ്ട ഒരു യോഗം. ഒരുങ്ങിയിറങ്ങി എല്ലാവരും പള്ളിയിലേക്ക് തിരിച്ചു. നന്ദനാണ് കാർ ഓടിച്ചത്. ലച്ചുവും ട്രീസയും പുറകെ കയറി. ഗൗരി മിഴിയെയും കൊണ്ട് മുന്നിലും. ബാക്കിയുള്ളവർ ഡെന്നിയുടെ കൂടെ ആദ്യമേ പള്ളിയിലേക്ക് പോയിരുന്നു. നന്ദന്റെ കാർ പള്ളിമുറ്റത്ത് എത്തിയതും മായയും മാലതിയും കൂടി ലച്ചുവിനെ പുറത്തേക്ക് ഇറക്കി. മിഴി ആദ്യം തന്നെ നടന്നു. മിഴിക്ക് പുറകെയായി ലച്ചു.